ഇമ്മ ആ വന്ന കോളേജ് കഴിഞ്ഞ് വരുമ്പോ റോട്ടീന്ന് തുറത്തും പെണ്ണിന്റെ വിളിക്ക് ഉമ്മാന്ന് പറഞ്ഞിട്ട് ഇമ്മ അജിക്ക വന്നീലേ? എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ അജിക്കാനെ കാണാനില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണില്ല. അജിക്കാന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോള് അജിക്ക പോയിന്നും പറഞ്ഞു. ആ ചെലപ്പോനെ ആ ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമെന്നുള്ളതേ ആരോ ചോദിച്ചിരുന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നില്ല. ഓൻ ഇവിടെ ചിലപ്പോ ആ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ പോയിട്ടുണ്ടോ. എന്നാലും പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ അവിടെ എത്ര നോക്കിയെന്ന് അറിയോ? ഇങ്ങോട്ട് വരട്ടെ. ആ ഇനി വെറുതെ എന്റെ കുട്ടീന്റെ മെക്കെട്ട് കയറാൻ നിക്കണ്ട. എന്റെ കുട്ടി ചെറിയ പണിയായാലും വേണ്ടിയില്ല, വലിയ പണിയായാലും വേണ്ടിയില്ല, കിട്ടണ എന്ത് പണിയായാലും ഓടി നടന്ന് ചെയ്യാണ്. എന്നാണോ പഠിച്ചോന് എന്റെ കുട്ടിക്ക് നല്ലൊരു കാലം കൊടുക്കല്. ഞാനേതായാലും ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പോഴും ഫോണ് സ്വിച്ച് ഓഫ് ആണ്. എന്നാലും യാചിക്കാക്ക് ഇപ്പൊ ഇത് എന്ത് പറ്റിയത്? എന്നോട് പറയാതെ ഇന്നെ ഒറ്റക്കാക്കിയാണ്ട് എടുക്കും പോവലില്ലല്ലോ. ആ തൊടത്തി ഇമ്മങ്ങൾക്ക് 2 ദിവസത്തിലൊരിക്കേ കരഞ്ഞില്ലെങ്കിലേ ഉറക്കം വരൂല. എങ്ങനെ കരയാതിരിക്കും എന്റെ കുട്ടിയെ? നിങ്ങളെ വാപ്പ് പോയേ മുതൽക്കേ എന്റെ കുട്ടി കിടന്ന് പെടാപാട് പെടുകയാണ്. കുറച്ചൊന്നല്ല എന്റെ കുട്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്. ഓന്റെ പ്രായത്തിലുള്ളവരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോളെ എന്റെ കുട്ടി കുടുംബം നോക്കാൻ വേണ്ടി കണ്ട് കിടന്ന് പെടാപാട് പെടുകയാണ്. കാണുമ്പോളെ ഈ മക നെഞ്ഞു പൊട്ടി പോവുകയാണ്. ഇമ്മ ടെൻഷൻ ആവണ്ട. നമ്മളെ കഷ്ടപ്പാടൊക്കെ അല്ലേ എന്നേലും ഒരിക്കൽ തീരും. നമ്മുടെ അജിക്കാക്കെ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ജോലി ആവൂലേ, അത് നല്ലൊരു ജോലിയായി കിട്ടും. അതോടെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരും. എന്നിട്ട് വേണം നമ്മളെ തിരിഞ്ഞു നോക്കാത്തെ കുടുംബക്കാരെ മുന്നിലേ നമ്മൾ അജിക്കാക്കാന്റെ കല്യാണം നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്താന്. അജിക്കാവും എന്തുവാണല്ലോ. ഹലോ അമ്ന, എന്താ ഈ കാര്യങ്ങള്? അറിഞ്ഞ കാര്യങ്ങൾ സത്യാണോ? അറിഞ്ഞ കാര്യം സത്യാണോന്നാ? എന്ത് കാര്യം? അപ്പൊ അജു നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ റിയയുടെ കാര്യങ്ങള് നിന്നോട് പറയാൻ വേണ്ടി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവനൊന്നും പറഞ്ഞില്ല? റിയയുടെ കാര്യോ? റിയന്റെ എന്ത് കാര്യോ? അജുക്ക് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ല. എന്ത് പ്രശ്നം? അവളുടെ കല്യാണമാണോ അടുത്ത മാസം 28-ന്? എന്ത് കല്യാണ? ആടാ, എൻ്റെ ഒരു കസിൻ്റെ വീടിന് അടുത്താണ് അവളുടെ വീട്. അവളാ പറഞ്ഞത്. അല്ല അമ്ന, നിങ്ങൾ വലിയ ഫ്രണ്ട്സാണ്, ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കല്യാണക്കാരൊന്നും നീ അറിഞ്ഞില്ലേ? ഇജ് എന്തൊക്കെ എന്തോ പറയണത്? ഇജിനെ പ്രാങ്കാക്കാൻ പറഞ്ഞതല്ലല്ല, സത്യം പറ. ബെസ്റ്റ്. ഇത് തന്നെയാണ് അജുവിനോട് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞത്. പിന്നെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ അവളുടെ നാട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ബൈക്കും എടുത്തൊരൊറ്റ പോക്കായിരുന്നു നിന്റെ ഏട്ടൻ. പഠിച്ചോനെ, അജുക്ക അജുക്ക എങ്ങോട്ടെന്തോ പോയത്? വിളിച്ചിട്ടാണെന്നുണ്ടെങ്കില് ഫോണിപ്പോ സ്വിച്ച് ഓഫ് ആണല്ലോ റബ്ബേ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ലടി. ഞാനൊക്കെ പിന്നെ വിളിക്കാം. എന്താ അമ്ന, എന്താ കുട്ടി പറഞ്ഞത്? അജു എവിടുക്കാത്ര പോയത്? അറിയില്ലമ്മ, ഫോൺ ഓഫാണേ. അല്ല പിന്നെ ആ കുട്ടി ഇപ്പൊ എന്ത് പറഞ്ഞത്? ഓള് പറഞ്ഞതൊന്നേ സത്യാവൂലമ്മ. ഓളാരോ പറഞ്ഞ് പറ്റിച്ചതാണ്. ഓൾക്കുള്ളത് റിയ വന്നാ കിട്ടിക്കോളും. എന്ത് പറഞ്ഞു പറ്റിക്കാന്നപ്പ ജീ പറയണത്? എന്താ ആ കുട്ടി പറഞ്ഞത്? ആദ്യം അത് പറ. അത് പിന്നമ്മ ഹിന്ദു പറയാണേ നമ്മളെ റിയന്റെ കല്യാണാണ് എന്നുള്ളത്. ഇതിലും വലിയ കോമഡി വേറെ എന്താ? ആ പൊട്ടിനെ ആരോ പറഞ്ഞ് പറ്റിച്ചിക്കാണ്. ഇജു എന്റെ കൊറേ കൂട്ടരും. അല്ല, ഇന്റെ കുട്ടി എവിടെയാണാവോ? ഇങ്ങളെ കുട്ടി ഇങ്ങോട്ട് വന്നോളൂ. ചിലപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ട്യൂഷൻ എടുക്കാൻ വേണ്ടിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതാവും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടാവുക. ആ ഇന്നാ പിന്നെ അതന്നെ ആവും. ഇജ് നാളെ വന്നിട്ട് വല്ലതും തിന്നാ നോക്ക്. ബൈ. ഈ റിയക്ക് ഇത് എന്ത് പറ്റിയത്? ഫോൺ ഓഫാണ്, കോളേജിൽ വരുന്നില്ല.
എന്തായാലേ കോളേജിൽ ക്രിയ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ദുവിന്റെ കാര്യം കട്ട പോക്കാവും. റിയ, ആ ഈ ഇവിടെ വന്നിക്ക. ഞാൻ റൂമിലൊന്ന് നോക്കിയപ്പോൾ കാണാഞ്ഞപ്പോൾ വന്ന് നോക്കിയതാ. എന്താ ഇവിടെ ഒറ്റക്ക് നിൽക്കണേ? ഞാൻ അവിടെ റൂമിൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ചു നേരം ഇവിടെ വന്ന് നിന്നതാ. ആ അത് ശരി. അല്ല, എൻ്റെ ഫോൺ എന്തേ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തന്നെ കാണില്ലല്ലോ. മറ്റേത് എപ്പോഴെങ്കിലും ലീവ് ഉണ്ടാകുമ്പോൾ എൻ്റെ ആ ഫ്രണ്ടില്ലേ എന്താണ് അമ്ന, കോൾ ഇടയ്ക്കിടയ്ക്ക് കാണാലോ. ഇപ്പൊ ആരും വിളിക്കുന്നതും കാണാനില്ല. ഫോൺ ഇവിടെ ഉണ്ട്. എക്സാം ഒക്കെ തുടങ്ങാറായതല്ലേ, അപ്പം ഞാൻ ഫോണൊക്കെ കുറച്ചുകൊണ്ട് അവോയ്ഡ് ചെയ്യാന്ന് വിചാരിച്ച്. മതി റിയ ഒഴിഞ്ഞു മാറിയത്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിക്കണം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും എൻ്റെ മനസ്സിലെ സങ്കടം എത്രത്തോളാണെന്നും എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. എനിക്കെന്ത് സങ്കടം? ആൻറ്റി എന്തൊക്കെയായി പറഞ്ഞു? ഇജിനി ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ടറിയ. എന്നോട് സൽമാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ആൻറ്റി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനിച്ച് തെറ്റ് ചെയ്തിക്കണമെന്ന് ആരറിയ പറഞ്ഞത്? ഞങ്ങൾ ആരും ഒരിക്കലും അങ്ങനെ പറയൂല. അനക്കൊരാളോടൊരു ഇഷ്ടം തോന്നിപ്പോയി എന്നുള്ളതൊക്കെ നേരാ. അതിച്ച് കരുതും പോലെ അത്ര വലിയ തെറ്റായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുമില്ല. അതിപ്പോ ഇക്കാലത്ത് എൻ്റെ പ്രായത്തിലുള്ള ഒരുവിധ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉള്ളിൽ തോന്നിപ്പോണ ഒരു കാര്യം തന്നെയാണ്. ഒന്നുമില്ലാന്നുണ്ടെങ്കിലും ഒരു കല്യാണക്കാര്യം വന്ന സമയത്ത് ആ കാര്യം ആദ്യം തുറന്നു പറഞ്ഞത് എൻ്റെ അമ്മാനോട് തന്നെയല്ലേ. അതൊരു ചെറിയ കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ ആ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമേ എൻ്റെ അമ്മക്കാണെങ്കിലും നിൽക്കാണെങ്കിലും ഒക്കെ തോന്നണുള്ളൂ. അതിനുള്ള റീസൺ എന്താന്നുള്ളതും അനക്കെന്നെ അറിഞ്ഞൂടെ? അറിയാം ആൻറ്റി, എൻ്റെ ഉപ്പാൻ്റെ ആരോഗ്യവും സന്തോഷവും ഒക്കെ തന്നെ നിൽക്കും മറ്റെന്തിനേക്കാളും വലുത്. പക്ഷേ എന്തറിയാം, സത്യത്തിൽ എന്താ പ്രശ്നം ഇപ്പോൾ? ഇജ് കല്യാണത്തിന് ഓക്കെ പറഞ്ഞതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ കാര്യങ്ങൾ ഇത്രയും വരെ എത്തിച്ചതൊക്കെ. പിന്നെ അന്നെ അലട്ടുന്ന പ്രശ്നം എന്താപ്പോ? അജൂക്ക് ഒരു പാവ ആൻറ്റിയെ. ഇന്നേ വരെ ഒരു സ്വപ്നവും കാണാതെ സ്വന്തം ഉമ്മാക്കും അനിയത്തിക്കും വേണ്ടി മാത്രം ജീവിച്ചു പോയ ആ പാവത്തിന് ഓരോ പ്രതീക്ഷ കൊടുത്തതും സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ഒക്കെ എൻ്റെ ഒരു വാക്കാ. ഞാൻ അജുക്കാനോട് യെസ് പറഞ്ഞതറിഞ്ഞ് അമ്മ എന്നോടന്ന് ഒരുപാട് ചോദിച്ചതാ. ഈ ഒരു കാരണത്താല് എൻ്റെ അജുക്കാനെ സങ്കടപ്പെടുത്തൂലല്ലേ എന്ന് ഓൾക്ക് ഞാനന്ന് വാക്ക് കൊടുത്തു പോയത് ആൻറ്റി. ഒരിക്കലും ഞാൻ പറഞ്ഞ വാക്ക് ഞാനായിട്ട് തിരിച്ചെടുക്കൂലെന്ന്. എന്നിട്ടിപ്പോ ഓരെല്ലാവരും ഞാൻ ചതിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നന്നായി ഉറങ്ങാൻ പോലും പറ്റണില്ല. അശുക്കാനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളതൊക്കെ നേരാ. പക്ഷേ എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ ജീവനോളം വലുതല്ല വേറെ ആരും. പക്ഷെ അശുക്കാനെ മറക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാരില്ല. അനക്ക് ഈ തോന്നുന്ന സങ്കടമൊക്കെ ചിലപ്പോൾ നിങ്ങളെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ താനങ്ങ് മാറിക്കോളും. ചിലപ്പം കുറേ കാലം കഴിയുമ്പോൾ അനക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിക്കാനുള്ള ഒരു തമാശ മാത്രമായിട്ട് മാറും. ഇഷ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണവരൊന്നുമല്ലല്ലോ നമ്മുടെ ചുറ്റിലുള്ളവരൊന്നും. ഇങ്ങനെ ഒരാളെ സ്നേഹിച്ച് വേറൊരാളെ കല്യാണം കഴിച്ച് നന്നായിട്ട് ജീവിച്ചു പോകുന്ന എത്ര ആൾക്കാരുണ്ട്. അതിനൊക്കെ പറ്റുന്ന ഒരാളെ തന്നെയല്ലേ അനക്കിപ്പോൾ ഇവർ കണ്ടെത്തി തന്നിക്കണതും. ഒരിക്കലും ഇല്ല ആൻറ്റി. ആൻറ്റിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അജുക്കാൻ്റെ 7 അയലത്ത് പോലും സ്വഭാവം കൊണ്ട് അയാൾ എത്തൂലെന്ന്
അയാളായിട്ടുള്ള ആദ്യത്തെ കാഴ്ചയിലും സംസാരത്തിലും പോലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതെന്താ റിയാജ് അങ്ങനെ പറഞ്ഞത്? അജുക്കാനെ പോലെ അല്ല ഇയാളെന്ന് പറയാൻ കാരണം എന്താ? അജുക്കാൻ്റെ വീട്ടുകാരും അജുക്കൊക്കെ പാവങ്ങളാ ആൻറ്റി, സ്നേഹിക്കാൻ മാത്രം അറിയണവര്. ഇപ്പം വന്ന ആളെ പോലെ ഒരിക്കലും അത് മുതലോ സ്വത്തോ ഒന്നും ആഗ്രഹിച്ചുള്ളൊരു സ്നേഹമാവൂലെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. എത്ര ഇല്ലാന്നുണ്ടെങ്കിലും ഇന്ന് നന്നായി സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു മനസ്സ് അവർക്കൊക്കെ ഉണ്ട്. ഇപ്പം വന്ന ആള് അങ്ങനല്ല. അയാൾ നോട്ടം മുഴുവൻ ഇവിടുന്ന് കിട്ടാൻ പോണ മുതലില്ല. അതെൻ്റെ വെറും തോന്നലറിയാം. അങ്ങനെ മുതൽ മോഹിച്ച് വരുന്ന ഒരാളാണെച്ചാൽ അവരതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചോദിക്കണ്ടേ? അവരിത്രയായിട്ട് നമ്മളോട് ഇവിടുന്ന് എന്താ കൊടുക്കണമെന്നോ നമ്മളെന്തെങ്കിലും സ്ത്രീധനം തരുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചോദിച്ചില്ലല്ലോ. അവർക്ക് എന്നെ മാത്രം ഇഷ്ടപ്പെട്ട് വന്നവരാ, അല്ലാണ്ട് ഒരു മുതലോ സ്വർണ്ണോ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. ആരെ പറഞ്ഞു ചോദിച്ചില്ലാന്ന്? അയാളന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ആൻറ്റിക്കറിയോ? അന്ന് അയാള് എന്നോട് എന്തൊക്കെയാ ചോദിച്ചത്? ആ തെങ്ങും മാവൊക്കെ ഉള്ള സ്ഥലം ഇതിൽപ്പെട്ടതാണോ? അല്ല, അതൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവരതാണ്. ഇക്കാലത്ത് നന്നായി ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണം. രണ്ടാക്കും ജോലിയും സാലറി ഒക്കെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്സും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാവുമ്പോൾ റിയയുടെ ഫാമിലിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവുമല്ലോ. അയാൾ അന്ന് എന്നോട് സംസാരിച്ച മൊത്തം ഇവിടുത്തെ മുതലിനെ കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചും കല്യാണം കഴിഞ്ഞ് അയാൾ തുടങ്ങാൻ പോണ പുതിയ ബിസിനസ്സിനെ കുറിച്ചും ഒക്കെ. അങ്ങനെ ഇവിടുത്തെ മുതൽ കണ്ട് മനക്കോട്ട കെട്ടി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും രാജുക്കാനെ പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആദ്യക്ക് തോന്നുന്നുണ്ടോ? കാര്യമായിട്ടാണോ ജി പറഞ്ഞതൊക്കെ? അതെ ആൻറ്റി, ഒരിക്കലും അയാൾ നല്ലൊരാളല്ലാന്ന് ആ ഒരു വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അജുക്ക് അയാളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നിട്ട് എൻ്റെ ഇജി ഈ കാര്യത്തിനെ കുറിച്ച് സൽമാത്താനോട് ഞങ്ങളോടൊന്നും പറഞ്ഞത് പോലുമില്ല. എനിക്ക് ഉമ്മാനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാറുന്നില്ലേ? ഞാൻ ഈ കാര്യം പറഞ്ഞ എൻ്റെ ഉമ്മാക്ക് വിശ്വാസമാവുന്ന ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ഈ കല്യാണം നടക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം പറയണമെന്ന് ഉമ്മാക്ക് തോന്നുള്ളൂ. പിന്നെ എൻ്റെ ഉപ്പാക്ക് ഈ കല്യാണത്തിനാൽ എന്തെങ്കിലും സന്തോഷം കിട്ടുകയാണെന്ന് വെച്ചാൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ ആരോഗ്യം സന്തോഷം തന്നെയാണ്. റിയ,